യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു ജോലി അവസരത്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ താഴെ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/6/2020 എപ്പോഴാണ് എക്സാം എന്നുള്ളത് പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ലാസ്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്യരുത്, അതിന് മുമ്പ് പെട്ടെന്ന് അപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വൈകി വരുന്ന ആപ്ലിക്കേഷൻ ഒരു റെസ്പോൺസിബിളും ഇല്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വേക്കൻസീസ് ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, മൈനിങ് മെയ്ഡ് സി, ബോയിലർ കംപ്രസർ അറ്റൻഡൻറ്റ്, വൈൻഡിങ് എഞ്ചിൻ ഡ്രൈവർ, ബ്ലാസ്റ്റർ, അതുപോലെ അപ്രൻറ്റീസ് മൈനിങ് മേറ്റ്, അപ്രൻറ്റീസ് ലബോറട്ടറി അസിസ്റ്റൻസ് എന്ന് പറയുന്ന കുറേ പോസ്റ്റുകളുണ്ട്. ഇവർക്കൊക്കെ ഏകദേശം നല്ലൊരു എമൗണ്ട് സാലറി ഉണ്ട്. 45,000, 44,000, 44,800 അങ്ങനെ ഒരു നല്ലൊരു സാലറി ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് ട്രെയിനിങ് ഉണ്ട്. അതേപോലെ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതേപോലെ ഓരോ സെലക്ഷൻ പ്രോസസ്സ് അപേക്ഷ ഫീസ് എത്രയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഓപ്പറേഷണൽ ട്രെയിനിങ് കെമിക്കൽ, മൊത്തം 4 വേക്കൻസീസാണ് ഉള്ളത്. URന് 2 പോസ്റ്റ്, SCക്ക് 1 പോസ്റ്റ്, STക്ക് 1 പോസ്റ്റ്. അതുപോലെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 ആണ്. ഏത് ഡേറ്റിനുള്ളിലാണെന്ന് പറഞ്ഞാൽ 34/2020 അപ്പോൾ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് വേണ്ടത്. 3 years കോഴ്സ് ആയിരിക്കണം. മിനിമം 60% മാർക്ക് വേണം ആർക്ക്, URന്. ബാക്കിയുള്ളവർക്കൊക്കെ SC STക്ക് ആണെന്നുണ്ടെങ്കിൽ 55% ഓഫ് മാർക്ക്. പക്ഷേ കമ്പ്യൂട്ടർ നോളജ് പ്രിഫേർഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്തതാണ് മൈനിങ് മേറ്റ്. ടോട്ടലി 52 വേക്കൻസീസാണ് ഉള്ളത്. 26 URനും OBC NCL 6 വേക്കൻസി, SC 6 വേക്കൻസി, ST 14 വേക്കൻസി. അപ്പോൾ ഇവരുടെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 35 ആണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മേലത്തെ ഗ്രാജുവേറ്റ് ഓപ്പറേഷണൽ ട്രെയിനിങ് 30 ആണ്, പക്ഷേ ഇവിടെ 35 ആണ്. അതേപോലെ OBC NCL ആണെങ്കിൽ 38 years ആണ്. SC ST ആണെന്നുണ്ടെങ്കിൽ 40 years ആണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ ഇവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് വിത്ത് അൺറെസ്ട്രിക്റ്റഡ് മൈനിങ് മേറ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ DGMS, അവർ ഇഷ്യൂ ചെയ്തതാണ്. മിനിമം 5 years എക്സ്പീരിയൻസ് വേണം. അതേപോലെ എക്സ്പീരിയൻസ് അറ്റ് മൈനിങ് മെയ്ഡ് ഇൻ അണ്ടർഗ്രൗണ്ട് മെക്കനൈസ്ഡ് മെറ്റൽ മൈൻസ്. പിന്നെ റീജിയണൽ ലാംഗ്വേജായ ഹിന്ദി അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനുള്ള കഴിവ് വേണം. അതേപോലെ മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ബോയിലർ കംപ്രസർ അറ്റൻഡി A. അതിന് ടോട്ടലി 3 വേക്കൻസീസാണുള്ളത്. URന് 1, OBC NCLന് 1 വേക്കൻസി, STക്ക് 1 വേക്കൻസി. അവരുടെ ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ URന് 30 ആണ് അപ്പർ ലിമിറ്റ്, OBCക്ക് 33, STക്ക് ആണെന്നുണ്ടെങ്കിൽ 35. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡി സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഗവൺമെൻറ് ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ടെറിട്ടറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം. 1 year എക്സ്പീരിയൻസ് ആസ് ഇൻചാർജ് എന്നുള്ള എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം. അതേപോലെ ഇൻചാർജ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡി സർട്ടിഫിക്കറ്റ്, അതുപോലെ സിംഗിൾ ബോയിലർ വിത്ത് സ്റ്റീം പൈപ്പ് ഓർ എനി ടൈപ്പ് ആണ് ബോയിലറിൻ്റെ ടൈപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. ബോയിലർ പൈപ്പ് ഓഫ് എനി ടൈപ്പ് ഓർ കപ്പാസിറ്റി ഓഫ് 2 or more ബോയിലർ ഇൻ ബാറ്ററി ഓർ മെനി സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബോയിലർ ഹൂസ് ടോട്ടൽ മിനിമം ഹീറ്റിംഗ് സർഫീസ് എന്ന് പറയുന്നത് 300 square meter വരെ ആയിരിക്കണം. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വൈൻഡിങ് എൻജിൻ ഡ്രൈവർ B. അതുകൊണ്ട് ടോട്ടലി 14 വേക്കൻസീസാണ് ഉള്ളത്. അതിൽ 7 URന്, OBC NCL എന്ന് പറയുന്ന 2 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 3 വേക്കൻസി. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് URന് 32 ആണ്, OBC NCLന് 35, SC STക്ക് ആണെന്നുണ്ടെങ്കിൽ 37 ആണ്. ഇതിലും കുറേ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് മെട്രിക് ഓർ ഈക്വലൻ്റ് ആണ്. കാൻഡിഡേറ്റ് മസ്റ്റ് പോസസ് ഫസ്റ്റ് ക്ലാസ് വൈൻഡിങ് എഞ്ചിനീയർ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം.
ഫ്രം ആരിൽ നിന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മൈനിങ് സേഫ്റ്റി കിട്ടിയിരിക്കണം. മിനിമം കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മിനിമം 3 years എക്സ്പീരിയൻസ് വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഡ്രൈവർ ഇൻ മെറ്റൽ ആൻഡ് കോൾ മൈൻസ് ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 year, ഒരു വർഷമെങ്കിലും 100 HP വൈൻഡർ ഓർ മോറിൽ വർക്ക് ചെയ്തതായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. നെക്സ്റ്റ് വൺ ബ്ലാസ്റ്റർ എന്നുള്ള പോസ്റ്റാണ്. ടോട്ടലി 4 വേക്കൻസീസ്. URന് 2, SCക്ക് 1 വേക്കൻസി, STക്ക് 1 വേക്കൻസി. ഏജ് എന്ന് പറയുന്നത് URന് അപ്പർ ലിമിറ്റ് 32ഉം SCക്ക് STക്ക് 37ഉം ആണ്. ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേപോലെ ബ്ലാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഓഫ് DGMS വേണം. 3 കൊല്ലം എക്സ്പീരിയൻസ് എങ്കിലും വേണം ആസ് ബ്ലാസ്റ്റർ ഇൻ അണ്ടർഗ്രൗണ്ട് മെറ്റൽ മൈൻസ്. ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് The candidate should be well conserving in explosive electric blast. അതിൽ അവർക്കൊരു നോളജ് എന്തായാലും വേണമെന്നുള്ളതാണ്. അതേപോലെ അപ്രൻറ്റീസ് മൈനിങ് അങ്ങനെയാണെങ്കിൽ 53 വേക്കൻസീസ്. URന് 26 വേക്കൻസീസാണ്. OBC NCLന് 6 വേക്കൻസി, SCക്ക് 6 വേക്കൻസി, STക്ക് 15 വേക്കൻസീസ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പറിന് 25ഉം OBC NCLന് 28 വയസ്സ് വരെയും, SC STക്ക് ആണെന്നുണ്ടെങ്കിൽ 30 വയസ്സ് വരെയും. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് 60% മാർക്ക് വേണം ആർക്ക്, UR OBC NCLകാർക്ക്. 55% വേണം SC STക്കാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളതാണ് അപ്രൻറ്റീസ് ലബോറട്ടറി അസിസ്റ്റൻറ്റ്. ഇതിൽ മൊത്തം 6 വേക്കൻസീസ് ആണുള്ളത്. URന് 3 വേക്കൻസി, OBC 1 വേക്കൻസി, SCക്കും STക്കും ഓരോ വേക്കൻസി. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25, OBC 28, SC ST 30. അതുപോലെ ഇതിൽ മിനിമം 60% ഓഫ് മാർക്കാണ് UR OBCക്ക് വേണ്ടത്. SC STക്ക് ആണെന്നുണ്ടെങ്കിൽ 55 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവർക്ക് എത്രയൊക്കെയാണ് സാലറി ഒക്കെ കിട്ടുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ഓപ്പറേഷണൽ ട്രെയിനിങ് കെമിക്കൽ അവർക്ക് ഏകദേശം 33,994 രൂപ. ട്രെയിനിങ് 2 കൊല്ലമാണ്. കൺസോളിഡേറ്റ് മന്ത്ലി പേ ആണ്. അതിലെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പോസ്റ്റ് ആൻഡ് സ്കെയിൽ ഓഫ് പേ അപ്പോൺ അബ്സോർപ്ഷൻ ഇൻ ദി സർവീസ് സബ്ജക്റ്റ് ടു വേക്കൻസി. അതാണ് ഇവിടെ പറയുന്നത്. സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവരൊക്കെയാണ് സ്റ്റിപ്പുലേറ്റഡ് വേക്കൻസിയിലേക്ക് ഉണ്ടാവുക. അവർക്കുള്ള സാലറി കിട്ടണം 46,720 പ്ലസ് അലവൻസ് ആസ് അപ്ലിക്കബിൾ. അതാണ് അവരുടെ അലവൻസും. ഈ സാലറി പുറമെ അലവൻസും അവർക്ക് കിട്ടും. അതേപോലെ ബാക്കി ഈ 2, 3, 4, 5 എന്നുള്ള പോസ്റ്റിൽ പെടുന്ന മൈനിങ് മേറ്റ്, ബോയിലർ കംപ്രസർ അറ്റൻഡീവ്, വൈൻഡിങ് എൻജിൻ ഡ്രൈവർ അവർക്കൊക്കെയുള്ള സാലറീസാണ് ഇവിടെ 45,480, 44,230, 44,750 തുടങ്ങിയുള്ള സാലറീസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അവർക്ക് അലവൻസ് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. എത്ര ശതമാനമാണ് അലവൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കൺസോളിഡേറ്റ് മന്ത്ലി സ്റ്റൈഫൻ ഫോർ 6 and 7 പറഞ്ഞാൽ 6ാമത്തെയും 7ാമത്തെയും ഉള്ളവർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിങ് ദി ഫസ്റ്റ് ഇയർ ഓഫ് ട്രെയിനിങ് 70% ഓഫ് ദി സെമി സ്കിൽഡ് വർക്കർ ഓഫ് സ്റ്റേറ്റ് ഓർ യൂണിറ്റ് ടെറിട്ടറി റെസ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടും. സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് 80%, തേർഡ് ഇയർ എന്ന് പറയുന്നത് 90% ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഒരു സർവീസ് ബോണ്ട് ഉണ്ട്. സർവീസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ഹാവ് an executive bond surely to the work company on non-judicial stamp paper of 20 rupees to serve the company for the period of 4 years. എന്നാൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം 4 കൊല്ലം. എന്നാൽ to serve the company for the period of 4 years against the post of serial number after successful completion of training period if absorbed by the corporation. ആ ട്രെയിനിങ് കഴിഞ്ഞ് അബ്സോർബ് ചെയ്തിട്ട് 4 കൊല്ലം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബിഫോർ ജോയിനിങ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. മെഡിക്കൽ എക്സാമിനേഷനൊക്കെ കഴിയണം. അതിന് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതേപോലെ കുറച്ച് 16 സിറ്റികളിൽ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് അതൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവർ
അലോട്ട് ചെയ്യും. അതിനുശേഷം കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ഓൺലൈൻ എക്സാമാണ്. അതിലെന്തൊക്കെയാണ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ GK ഉണ്ടാവും, റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ്, പിന്നെ പ്രൊഫഷണൽ നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ 120 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻക്കായി 1 മാർക്ക്, പെനാൽറ്റി മാർക്ക് ഇല്ല എന്നുള്ള പ്രത്യേകത ഇതിനുണ്ട്. അതേപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിനുശേഷം ഓരോ മാർക്കിൻ്റെ ഇൻഡിവിജ്വലാണ്. ഇംഗ്ലീഷ് 10 മാർക്ക്, അതേപോലെ ജനറൽ അവയർനെസ് 10 മാർക്ക്, റീസണിങ് 10 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 10 മാർക്ക്, പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്നത് 80 മാർക്ക്. അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം എക്സ്പെൻസിലാണ് എക്സാമിന് വരേണ്ടത് എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാനേജർ റിസർവ് റൈറ്റ് ടു ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ആരൊക്കെയാണ് എക്സാമിന് വിളിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് ചെയ്യുന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്, നോൺ റീഫണ്ടബിൾ ആണ്. പിന്നെ SC ST PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ എക്സംഷൻ ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ട. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ എങ്ങനെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ ഫീസ് തെറ്റായ റോങ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ UICL റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. In case a candidate deposits fees in wrong account or through any other mode, UCIL will not be responsible for the non-receipt of application fee. അവർ ഫീസ് കിട്ടാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ UCIL റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. വൺസ് ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരിച്ച് റീഫണ്ട് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 April 2020 ആണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ റിലാക്സേഷൻസ് എപ്പോഴും പോലെ തന്നെയാണ്, ഓരോവർക്കും അതിൻ്റേതായിട്ടുള്ള റിസർവേഷൻസ്, ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഏത് സൈറ്റിൽ അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ www.uraniumcorp.in എന്നുള്ള റിക്രൂട്ട്മെൻറ്റ് സൈറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ പോസ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റുകാർക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ അവർക്കുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 34-20-20 നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് റിട്ടേൺ ടെസ്റ്റിൽ വിളിക്കുന്നതിന് കുറയ്ക്കാനും കൂട്ടാനുള്ള അധികാരങ്ങളൊക്കെ അവർക്കുണ്ട്. അങ്ങനെ മാനേജ്മെൻറ്റ് ഡിസിഷനാണ് ഫൈനൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡിലേ അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ UCIL റെസ്പോൺസിബിൾ അല്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതെല്ലാ അപേക്ഷകളിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാം. പിന്നെ അതേപോലെ ഈ കാസ്റ്റ് പറഞ്ഞാൽ OBC SC STക്കാർക്കെന്നുണ്ടെങ്കിൽ വാലിഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ UCILൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെയിൽ IDക്കോ ഈ നമ്പറിലേക്ക് ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എക്സാം സമയത്ത് മൊബൈൽ ഫോണ്, പേജർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത്. അൺഫെയർ മീൻസ് ഇൻ എക്സാമിനേഷൻ അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡീബാർ ചെയ്യും, പെർമനൻ്റായിട്ട് ഇനിയുള്ള റിക്രൂട്ട്മെൻറ്റിൽ എടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ 22/6/2020 വരെയാണ്. വീണ്ടും അടുത്തൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് സമയത്തുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് വരാം. താങ്ക് യു.